സ്റ്റുഡൻസ്, വെൽക്കം ടു ഡിസയർ ഓൺലൈൻ ക്ലാസ്സസ്. നിങ്ങൾ 10th എക്സാം ഒക്കെ കഴിഞ്ഞു, അതിന്റെ റിസൾട്ട് ഒക്കെ വന്ന് ഹാപ്പി ആയിട്ട് +1 എൻ്റർ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലെ, സ്കൂളിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു അഡ്വേഴ്സ് സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുകയാണെന്ന് അറിയാം, എങ്കിലും നിങ്ങൾ അതിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഉൾപ്പെടെ അല്ലെ എല്ലാവരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് നമ്മൾ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് സബ്ജക്റ്റുകൾ കാണാനുണ്ട്, ഒരുപാട് എക്സാമിനേഷൻ നമ്മളെ ഫോളോ ചെയ്ത് വരാനുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. +1 പോകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ കുറിച്ച് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. മീഡിയം മാറിയല്ലേ, മലയാളം മീഡിയത്തിലുള്ള കുട്ടികളുണ്ടാവുന്നത്. മലയാളം മീഡിയം നമ്മൾ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാണ്, ട്രാൻസിഷൻ നടക്കുകയാണ് എന്നുള്ളത് അറിയാം. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വലിയ ഒരു പ്രശ്നം വരില്ല, കാരണം അവർ എഴുതി എക്സ്പീരിയൻസ്ഡ് ആണ്. എന്നും പറഞ്ഞ് മലയാളം മീഡിയംകാർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. 1-2 ആഴ്ചത്തെ കാര്യമുള്ളൂ, അത് കഴിയുമ്പോൾ നിങ്ങളും അതിലേക്ക് എത്തിക്കോളും, ഒരു ബുദ്ധിമുട്ടും വരില്ല. ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അയ്യോ, ഇതെങ്ങനെ എഴുതുന്നത്, സ്പെല്ലിംഗ് തെറ്റുമോ, അല്ലെങ്കിൽ ഞാൻ എഴുതുന്ന ഗ്രാമർ ശരിയാണോ, നമുക്ക് ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ മാറിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അതുകൊണ്ട് മലയാളം മീഡിയംകാർ ഒരു കാരണവശാലും വിഷമിച്ചിരിക്കരുത്. അവർക്കാണ് ഏറ്റവും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അവരാണ് സാധാരണ വലിയ നല്ല രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നതെന്നാണ് നമ്മൾ കാണുന്നത്. സോ ഇംഗ്ലീഷ് മീഡിയംകാർ ആ ഇംഗ്ലീഷ് നമ്മൾ ഫോളോ ചെയ്തങ്ങ് പോയിക്കൊണ്ടാകും, അത് വിട്ടേക്കും. നമ്മുടെ കെമിസ്ട്രിയെ കുറിച്ച് സംസാരിക്കാം. കെമിസ്ട്രി എന്ന സബ്ജക്റ്റ് നമ്മൾ 10th കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം എന്നുള്ളതാണ്. 10th ക്ലാസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കെമിസ്ട്രി എന്ന് മാത്രമല്ല, ഏത് സബ്ജക്ട് നമ്മൾ ഹയർ സെക്കൻഡറിയിലേക്ക് വരുമ്പോഴും കുറച്ച് ഡെപ്ത് ആയിട്ട് ഒരുപാട് കണ്ടന്റ് പഠിക്കാനുണ്ട്. ഒരു 14 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് +1 എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. 14 ചാപ്റ്റേഴ്സ്. ഈ 14 ചാപ്റ്റേഴ്സും 10th ക്ലാസ്സിലെ പോലെ കുഞ്ഞു ചാപ്റ്റേഴ്സ് അല്ല, കുറച്ച് ഹെവി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്, കുറച്ച് ഡെപ്തിലേക്ക് പോകുന്ന ചാപ്റ്റേഴ്സ് ആണ് എന്ന് പറഞ്ഞ് പേടിക്കാനൊന്നും ഇല്ല കേട്ടോ. എന്ത് ചെയ്താൽ മതി, നിങ്ങൾ 10th ക്ലാസ്സിൽ പഠിക്കാനുള്ളതിനേക്കാളും ഒരുപാട് പഠിക്കാനുണ്ടെന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും? നിങ്ങൾ പഠിക്കുന്ന സമയം കൂട്ടിയാൽ മതി അല്ലേ. 10th ക്ലാസ്സിൽ പഠിച്ച ആ ഒരു സമയം മതിയോ നമുക്ക് +1 ചെല്ലുമ്പോൾ പഠിക്കാൻ? അല്ല, കുറച്ചധികം സമയം നിങ്ങൾ ഇനി എന്ത് ചെയ്യേണ്ടി വരും, സ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്നാലേ നമുക്ക് 10th ക്ലാസ്സിൽ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്തു, നല്ല മാർക്ക് കിട്ടിയിരിക്കുക, നല്ല സന്തോഷത്തോടെ ഇരിക്കുക. ആ മാർക്ക് നമുക്ക് നിലനിർത്തണ്ടേ? ആ മാർക്ക് നിലനിർത്താൻ എളുപ്പമാണോ? അല്ല, ആ മാർക്ക് നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആ ബുദ്ധിമുട്ട് നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ +1 നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ആ ഒരു കണ്ടന്റുകളൊക്കെ കവർ ചെയ്ത് നല്ല മാർക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അതൊക്കെ നിങ്ങൾ ഏകദേശം അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞു കാണുമല്ലേ. എന്ന് പറഞ്ഞതേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്കൊക്കെ എവിടെയെങ്കിലും കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് അതെന്താണ് സംഭവം, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് ഓരോ സബ്ജക്റ്റിലും എന്നൊക്കെ ഒന്ന് നോക്കാൻ ശ്രമിക്കുക. ഞാൻ അതിന്റെ ഡീറ്റെയിലിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമുക്ക് 60 മാർക്കിനാണ് തിയറി എക്സാമിനേഷൻ, 60 മാർക്കിനാണ് റിട്ടൺ എക്സാമിനേഷൻ, എഴുത്തു പരീക്ഷ 60 മാർക്കിനാണ്. +1 ഒരേ ഒരു റിട്ടൺ എക്സാമിനേഷനേ ഉള്ളൂ കെമിസ്ട്രിക്ക്, 60 മാർക്കിന്റെ എക്സാം. ഓക്കെ, എന്നാൽ +2 60 മാർക്കിന്റെ എക്സാമിന്റെ കൂടെ ഒരു പ്രാക്ടിക്കൽ എക്സാം കൂടി കണ്ടക്ട് ചെയ്യപ്പെടും. +2 പ്രാക്ടിക്കൽ എക്സാം, +1 ഇല്ല. അപ്പോൾ +1 ഒരു തിയറി എക്സാം മാത്രമേ നിങ്ങൾക്ക് കണ്ട് വെയിറ്റ് ചെയ്യുന്നുള്ളൂ. അടുത്ത മാർച്ചിൽ ഒരു കെമിസ്ട്രി എക്സാം അല്ലെങ്കിൽ ഫിസിക്സ് എക്സാം എല്ലാം 60 മാർക്കിനായിരിക്കും, പ്രാക്ടിക്കൽസ് ഇല്ല. എന്നാൽ +2 പോകുമ്പോൾ 60 മാർക്കിന്റെ തിയറി എക്സാമും ഉണ്ടാവും, അതിനുശേഷം അതിനോടൊപ്പം വേറൊരു പ്രാക്ടിക്കൽ എക്സാം കൂടി കണ്ടക്ട് ചെയ്യപ്പെടും. ഇതാണ് നിങ്ങളുടെ ഹയർ സെക്കൻഡറിയുടെ സിലബസ് കെമിസ്ട്രിയിൽ. ക്ലിയർ അല്ലേ? പിന്നെ നമുക്ക് ബാക്കി ചാപ്റ്റേഴ്സിനെ കുറിച്ചൊന്ന് പറയാം. 14 ചാപ്റ്റേഴ്സ്, 14 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാപ്റ്റേഴ്സ്. ഇത്രയും നമുക്ക് ഈ വർഷം വർക്ക്ഔട്ട് ചെയ്യണം. അതിൽ ചാപ്റ്റേഴ്സിന്റെ ഒരു അറേഞ്ച്മെന്റ് ഞാനൊന്ന് പറയാം. ചാപ്റ്റർ നമ്പർ 1 സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയുടെ ബേസിക് കൺസെപ്റ്റുകളെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്റർ. സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആണ് ചാപ്റ്റർ നമ്പർ 1. ഓക്കെ, എന്തൊക്കെയാ പഠിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാമായിരിക്കും. വേറൊന്നുമല്ല, ഡാൾട്ടൺസ് അറ്റോമിക് തിയറി ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അറ്റോമിക് തിയറി, ആറ്റം എന്താണ്, ആറ്റോമിക് തിയറി കൊണ്ടുവന്ന സയന്റിസ്റ്റ് ഡാൾട്ടൺ ആണ്. അതിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് തുടങ്ങി വെച്ചിട്ട് നിങ്ങൾ കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ മോൾ കൺസെപ്റ്റ് എന്ന ഒരു ഡിഫിക്കൽട്ട് ആണോ ഈസി ആണോ ഒന്ന് ആലോചിച്ച്. രണ്ട് ആൻസറും ചിലപ്പോൾ എനിക്ക് കിട്ടിയേക്കാം അല്ലെ. ഒരുപാട് പേര് കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്നത് മോൾ കൺസെപ്റ്റ്, എന്നാൽ കുറച്ച് പേർക്ക് നല്ല എളുപ്പമായിട്ട് തോന്നുന്നത് മോൾ കൺസെപ്റ്റ്. കാരണം അത് ന്യൂമറിക്കൽസ് ആണ്, പ്രോബ്ലം സെക്ഷൻ ആണ്, മാത്തമാറ്റിക്കൽ വേർഷൻ ആണ് അല്ലെ കെമിസ്ട്രിയുടെ. അപ്പോൾ അതിനെ നമുക്ക് ഇവിടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. +1 10th ക്ലാസ്സിൽ നിങ്ങൾ 10th നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത ആ ഒരു മോൾ കൺസെപ്റ്റിന്റെ ബേസിക് കാര്യങ്ങളല്ല, അതിൽ നിന്നും കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകുന്ന കുറെ മാത്തമാറ്റിക്കൽ പ്രൊസീജിയറും പുതിയ കുറെ കാര്യങ്ങളും പുതിയ കുറെ ഇക്വേഷൻസും പുതിയ ടേമും ഒക്കെ നമ്മൾ മോൾ കൺസെപ്റ്റിനകത്ത് പുതുതായി പരിചയപ്പെടും. അപ്പൊ അന്ന് 10th ക്ലാസ് പഠിച്ച മോൾ കൺസെപ്റ്റ് അത്രയും അല്ല, അതിൽക്കാളും ഒരുപാട് ഡെപ്തിലേക്ക് നമ്മൾ ഈ വർഷം പോകും എന്ന് വെച്ച് പേടിക്കണ്ട കേട്ടോ. സിമ്പിളായിട്ട് പറയാൻ പറ്റും നമുക്ക്, ഈസി.
നിങ്ങളൊരു ഇൻപുട്ട് ഇങ്ങോട്ട് തരാൻ വേണ്ടി റെഡിയാണെങ്കിൽ, നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫോക്കസ് ഇങ്ങോട്ട് നമുക്ക് ടീച്ചേഴ്സിനോട്ട് നൽകാൻ തയ്യാറാണെങ്കിൽ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റും കെമിസ്ട്രിയിലെ ഈ ചാപ്റ്ററൊക്കെ. ബുദ്ധിമുട്ടുണ്ടാകില്ല, ഒരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ടാവില്ല. ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിൽ എന്തായിരിക്കും റീസൺ? നിങ്ങൾ എവിടെയൊക്കെയോ ഉഴപ്പൊന്നുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ ആ ഒരു ഉഴപ്പ് നമുക്ക് വന്നു കളയരുത്. ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആ ചാപ്റ്റർ പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ അങ്ങ് ചെയ്താൽ മാത്രം മതി. മാറ്റി വയ്ക്കാം. ഫസ്റ്റ് ചാപ്റ്റർ കളഞ്ഞു. നമ്പർ 2, സെക്കൻഡ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നാണ്. അറ്റോമിക് സ്ട്രക്ചർ അല്ലെ, ആറ്റത്തിന്റെ ഘടന അറിയാം. ഇലക്ട്രോണിന്റെ ഡിസ്കവറിയും പ്രോട്ടോൺ ഡിസ്കവറിയും ന്യൂട്രോണിന്റെ കണ്ടുപിടുത്തവും, അങ്ങനെ അതിലൂടെ നമ്മൾ ഡിഫറെന്റ് ആറ്റോമിക് മോഡലിലേക്ക് പോകും അല്ലെ. റുദർഫോർഡ് മോഡൽ പറഞ്ഞു, കേട്ടോ. ജെ തോംസൺസ് മോഡൽ, നിങ്ങൾ ഇതെല്ലാം കേട്ടതാ. ബോർ ആറ്റം മോഡൽ. അപ്പൊ അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ ഏകദേശം 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. പക്ഷെ പുതിയ കുറെ കണ്ടന്റുകൾ പറയും. ഒരു വലിയ ചാപ്റ്റർ, പ്രോബ്ലംസ് ഒക്കെ ഉള്ള ചാപ്റ്റർ. പക്ഷെ എളുപ്പമാണ് പഠിക്കും കേട്ടോ, നല്ല എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ. ഇപ്പൊ തന്നെ 2 ചാപ്റ്റർ ആയി നമുക്കല്ലേ. ഫസ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നു? സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ആണ്. അതൊരു ന്യൂമറിക്കല കുറെ പ്രോബ്ലം വരുന്ന ഒരു സെക്ഷൻ ആണ്. സെക്കൻഡ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നൊരു ചാപ്റ്റർ ആയിരുന്നു. ഓക്കെ, തേർഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ഒന്നൊരു ചാപ്റ്റർ പേര് ഞാൻ പറയാം. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന ചാപ്റ്ററിന്റെ പേര്. ഈ ചാപ്റ്ററിൽ പേര് പോലെ തന്നെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, എലമെന്റുകളുടെ ക്ലാസിഫിക്കേഷൻ, പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. പീരിയോഡിക് ടേബിൾ കേട്ടോ, പഠിച്ചിട്ടില്ലേ 10ാം ക്ലാസ്സിൽ? പീരിയോഡിക് ടേബിൾ, ഗ്രൂപ്പും പീരിയഡും ബ്ലോക്കുകളും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അങ്ങനെയൊക്കെ ഒരുപാട് കണ്ടന്റ് നമ്മൾ പഠിച്ചു 10ാം ക്ലാസ്സിൽ. നന്നായിട്ട് പഠിച്ച് മാർക്ക് മേടിച്ച സെക്ഷനാണ് അല്ലേ പീരിയോഡിക് ടേബിൾ. ഒരുവിധം എല്ലാവർക്കും എളുപ്പമുള്ളൊരു ഏരിയ കൂടിയാണ്. അതൊക്കെ തന്നെയാണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പൊ പീരിയോഡിക് ടേബിളും അതിന്റെ ബേസിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും വർക്കൗട്ട് ചെയ്യുന്ന ആ ചാപ്റ്റർ നമ്മൾക്ക് പിന്നീട് നോക്കാം, പഠിക്കാം. ഓക്കെ, അപ്പൊ 3 ചാപ്റ്റർ ആയി. 4ാമത്തെ ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. കെമിക്കൽ ബോണ്ടിങ് ബന്ധനം. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ബോണ്ടിങ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എനിക്കൊന്ന് പറഞ്ഞു തന്നെ, നിങ്ങൾക്ക് കേട്ടുള്ള ബോണ്ടിങ്സ് ഏതൊക്കെയാ? യെസ്, ഏതാ? കോവാലന്റ് ബോണ്ടിങ്, മലയാളം സഹസംയോജക ബന്ധനം, മ്യൂച്വൽ ഷെയറിംഗ്, ഓർമ്മയുണ്ടോ? നമ്പർ 2 അയോണിക് ബോണ്ടിങ്, അയോണിക ബന്ധനം. അപ്പൊ ഇങ്ങനെയുള്ള ബോണ്ടിങ്ങുകൾ കണ്ടല്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറെ പുതിയ തിയറികളും പുതിയ കാര്യങ്ങളും പുതിയ എക്സാമ്പിൾസും സ്ട്രക്ചറും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കണ്ടന്റിലേക്ക് പോകും. ഒരു വലിയ ചാപ്റ്റർ. ചാപ്റ്ററിന്റെ പേര് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. 4 ചാപ്റ്റർ ആയില്ലേ. നമ്പർ 5 5ാമത്തെ ചാപ്റ്റർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. മാറ്റർ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരേണ്ട ആവശ്യമില്ല. അത് നമ്മൾ 8th തൊട്ടേ കേൾക്കുന്നതാണല്ലേ മാറ്റർ. ആ മാറ്റർ എന്താണ്? ദ്രവ്യം എന്ന് പറയും. ദ്രവ്യത്തിന്റെ അവസ്ഥകളെ കുറിച്ചല്ലേ. മാറ്ററിന്റെ ഡിഫറെന്റ് സ്റ്റേറ്റ്, സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ്, പ്ലാസ്മ സ്റ്റേറ്റ്, ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, കോർക്ക് ഗ്ലൂവോൺ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് പല സ്റ്റേറ്റുകൾ അവൈലബിൾ ആണ്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ നേച്ചറിൽ ഒക്കർ ചെയ്യുന്ന ആരാ? 3 പേര്. ആരൊക്കെ? സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ്. അതിൽ +1 സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നമ്മൾ ഗേഷ്യസ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റും ഡിസ്കസ് ചെയ്യും. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റുകളാണ് പഠിക്കാനുള്ള? പേര് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിന്റെ പേര്. പക്ഷെ ഏതൊക്കെയാണ് പഠിക്കുന്നത്? പറയൂ. ഗേഷ്യസ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റും. അപ്പൊ ഏത് സ്റ്റേറ്റ് പെൻഡിങ് ഉണ്ട്? സോളിഡ് സ്റ്റേറ്റ്. അത് +2 ചാപ്റ്റർ ആണ് സോളിഡ് സ്റ്റേറ്റ്. അത് +2 പഠിക്കും. അപ്പൊ +1 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നൊരു ചാപ്റ്റർ ഉണ്ട്, 5ാമത്. അതിൽ പഠിക്കുന്ന ആരൊക്കെ കുറിച്ചാണ്? ഗേഷ്യസ് സ്റ്റേറ്റിനെ കുറിച്ചും ലിക്വിഡ് സ്റ്റേറ്റിനെ കുറിച്ചും. അപ്പൊ 5 ചാപ്റ്റർ ആയി. ഓക്കെ, 6ാമത്തെ ചാപ്റ്റർ തെർമോഡൈനാമിക്സ് എന്ന് പറയും. തെർമോഡൈനാമിക്സ് കേട്ടിട്ടുണ്ടോ അതിനു മുമ്പ് എവിടെയെങ്കിലും? തെർമോഡൈനാമിക്സ് ആ 2 വാക്കുകളായിട്ട് മുറിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ പറയും. തെർമോ അല്ലെങ്കിൽ തെർമൽ എന്നൊക്കെ കേൾക്കുന്ന വാക്കുകളുണ്ടല്ലേ. തെർമൽ എന്നൊക്കെ പറഞ്ഞാൽ ഏതുമായിട്ട് ബന്ധപ്പെട്ട വാക്കാ? ഹീറ്റ് എനർജി. കറക്റ്റാ, ഹീറ്റ് എനർജി, താപവുമായിട്ട് ബന്ധപ്പെട്ട വാക്കല്ലേ. ഡൈനാമിക്സ്, ഡൈനാമിക്. അത് ഡൈനാമിക് ആണ്, ഡൈനാമിക് പേഴ്സൺ ആണ്. എന്താണ് ഡൈനാമിക് എന്ന വാക്കിന്റെ അർത്ഥം? മൂവ്മെന്റ് ആണ്, മോഷൻ, ചലനമാണ്. അപ്പൊ എന്തിന്റെ മോഷനാ? ഹീറ്റിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻസ്, താപത്തിന്റെ മൂവ്മെന്റ്, അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ് തെർമോഡൈനാമിക്സ്. അതിനെ കുറിച്ചാണ് നമ്മൾ ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. താപമോചക പ്രവർത്തനം, താപശോഷക പ്രവർത്തനം, എക്സോതെർമിക് റിയാക്ഷൻ, എൻഡോതെർമിക് റിയാക്ഷൻസ്, അങ്ങനെയുള്ള ടേംസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെയൊക്കെ ബേസ് ചെയ്ത് പോകുന്നൊരു ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. എത്ര ചാപ്റ്ററായി? 6 ചാപ്റ്ററായി. 7ാമത്തെ ചാപ്റ്റർ കെമിക്കൽ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ അതിനു മുമ്പ് എവിടെയെങ്കിലും? ഉണ്ടല്ലേ. എന്താണ് ഇക്വിലിബ്രിയം എന്ന വാക്കിന്റെ മലയാളം? സന്തുലിതാവസ്ഥ, ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ്. നിങ്ങൾ റിവേഴ്സിബിൾ റിയാക്ഷൻസ് പഠിച്ചു 10ാം ക്ലാസ്സിൽ. ഇതാണ് റിവേഴ്സിബിൾ റിയാക്ഷൻസ്.
ഉഭയദിശാ പ്രവർത്തനം, മലയാളം മീഡിയക്കാർക്ക് വേണ്ടി പറയണം. ഉഭയദിശാ പ്രവർത്തനം, റിവേഴ്സിബിൾ റിയാക്ഷൻസ്, ഫോർവേഡ് റിയാക്ഷൻ പുരോപ്രവർത്തനം, ബാക്ക്വേർഡ് റിയാക്ഷൻ പശ്ചാത് പ്രവർത്തനം. ഇത് ഒരുമിച്ച് നടക്കുമ്പോൾ, അതായത് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരുമിച്ച് നടക്കുമ്പോൾ ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിവേഴ്സിബിൾ റിയാക്ഷൻ അഥവാ ഉഭയദിശാ പ്രവർത്തനം. ആ രണ്ട് പ്രവർത്തനങ്ങളുണ്ടല്ലോ അതിനകത്ത്, ഒരു ഫോർവേഡ് ഉണ്ട്, ബാക്ക്വേർഡ്. ഇതിന്റെ റേറ്റ് ഈക്വൽ ആകുമ്പോൾ, വേഗത നിരക്ക് തുല്യമാകുന്ന ഒരു അവസ്ഥയെ വിളിക്കുന്ന ഒരു പേര് നിങ്ങൾ അതും കേട്ടിട്ടുണ്ടാവും. എന്താണ്? ഇക്വിലിബ്രിയം, സന്തുലിതാവസ്ഥ. ആ സന്തുലിതാവസ്ഥ എന്താണ്? ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്താണ്? ആ ഇക്വിലിബ്രിയത്തിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? അത് നമ്മൾ എങ്ങനെയൊക്കെ ഡിറ്റർമിൻ ചെയ്യാം? അപ്പൊ ഇക്വിലിബ്രിയം വെച്ച് വേറെ എന്തൊക്കെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്? അങ്ങനെയൊക്കെ വരുന്ന ഒരു വലിയ ചാപ്റ്ററാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. എത്ര ചാപ്റ്ററായി? 7 ചാപ്റ്ററായി. ഇതാണ് പാർട്ട് 1 ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ +1 പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ 7 ചാപ്റ്റേഴ്സ്. അതുപോലെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലോ ഇതുപോലെ എത്ര ചാപ്റ്റർ ഉണ്ട്? 7 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. 8ാമത്തെ ചാപ്റ്റർ. 8ാമത്തെ ചാപ്റ്റർ റിഡോക്സ് റിയാക്ഷൻസ്. ചാപ്റ്ററിന്റെ പേര് പറഞ്ഞ് റിഡോക്സ് റിയാക്ഷൻസ്. റിഡോക്സ് റിയാക്ഷൻസ്, റിഡക്ഷനും ഓക്സിഡേഷനും കേട്ടതാ. അല്ലെങ്കിൽ നിരോക്സീകരണം ഓക്സീകരണം എന്നായിരിക്കും മലയാളം മീഡിയം കേട്ടേക്കുന്നത്. ഓർമ്മയുണ്ടോ? ഈ രണ്ട് പ്രോസസ് ഒരുമിച്ച് നടക്കുന്നത്, റിഡക്ഷനും ഓക്സിഡേഷനും ഒരുമിച്ച് സൈമൾട്ടേനിയസ് നടക്കുമ്പോൾ ദാറ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് കോൾഡ് റിഡോക്സ് റിയാക്ഷൻസ്. ഏതൊക്കെയാ? നിരോക്സീകരണവും ഓക്സീകരണവും ഒരേ സമയം നടക്കുകയാണെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻസ്. അവരേതൊക്കെയാണ്? അവരൊക്കെ എത്ര തരം റിഡോക്സ് റിയാക്ഷൻസ് ഉണ്ട്, അത് ഏതെല്ലാമാണ്, അങ്ങനെയുള്ള ഇക്വേഷൻസ് എന്തൊക്കെയാണ്, അവരെങ്ങനെ ബാലൻസ് ചെയ്യാം? അതിലൂടെ നമ്മൾ ഗാൽവനിക് സെല്ലുകൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. സെല്ല് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സെൽ സിസ്റ്റംസ്, അവരെ കുറിച്ചെല്ലാം നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഏത് ചാപ്റ്ററിൽ? റിഡോക്സ് റിയാക്ഷൻ്റെ. നല്ല എളുപ്പമുള്ള ചാപ്റ്റർ. ഓക്കെ, ഇപ്പൊ എത്ര ചാപ്റ്ററായി? 8 ചാപ്റ്ററായില്ലേ? 9ാമത്തെ ചാപ്റ്റർ നല്ല എളുപ്പമുള്ള ചാപ്റ്ററാണ് ഹൈഡ്രജൻ. ചെറിയ ചാപ്റ്റർ കമ്പാരിറ്റീവ്ലി. ഹൈഡ്രജൻ ഏത് എലമെന്റ്? ഹൈഡ്രജൻ എലമെന്റിനെ കുറിച്ചും ഹൈഡ്രജൻ എലമെന്റുകളുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ചും ഹൈഡ്രജൻ എലമെന്റുകളുടെ ഡിഫറെന്റ് കോമ്പൗണ്ട്സിനെ കുറിച്ചും അവരുടെ ക്യാരക്ടറും അവരുടെ സ്ട്രക്ചറും അവരുടെ ആപ്ലിക്കേഷനും അങ്ങനെയൊക്കെ പോകുന്ന ഹൈഡ്രജനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ. പേര് അത് തന്നെയാണ്, ഹൈഡ്രജൻ. ഇത്ര ചാപ്റ്ററായി? 9 ചാപ്റ്ററായി. 10ാമത്തെ ചാപ്റ്റർ എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഞാൻ നിങ്ങൾക്ക് ഇനി പറഞ്ഞിട്ടുണ്ട്, ഒരാവശ്യമില്ല. എസ് ബ്ലോക്ക് എന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഏതൊക്കെ ഗ്രൂപ്പുകളാണ് എസ് ബ്ലോക്ക് എന്നറിയപ്പെടുന്നത്? പീരിയോഡിക് ടേബിളിലെ മോഡേൺ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2, ആൽക്കലി മെറ്റൽസും ആൽക്കലി എർത്ത് മെറ്റൽസും. അതാണ് എന്ത്? എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, ആ എസ് ബ്ലോക്ക് എലമെന്റുകളെ കുറിച്ചാണ് ആ ചാപ്റ്റർ. പേര് അത് തന്നെയാണ്, എസ് ബ്ലോക്ക് എലമെന്റ്സ്. അവരെന്താണ്? എലമെന്റ് ഏതൊക്കെയാണ്? അവരുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അങ്ങനെ എഴുതാം, അവരുടെ ക്യാരക്ടേഴ്സ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ റിയാക്ഷൻസും യൂസും കുറെ കോമ്പൗണ്ട്സും ഡീറ്റെയിൽഡ് വർക്ക്ഔട്ട് ചെയ്യും. ഏത് ചാപ്റ്റർ? എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, അടുത്ത ചാപ്റ്റർ 11ാമത്തെ ചാപ്റ്റർ ഏതായിരിക്കും? വികസനം. അതെ, അത് തന്നെയാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. പി ബ്ലോക്ക് ഏത് ഗ്രൂപ്പ് മുതൽ ഏത് ഗ്രൂപ്പ് വരെയാണെന്നുള്ള ഓർമ്മയുണ്ടോ? ഗ്രൂപ്പ് 13 മുതൽ ഗ്രൂപ്പ് 18 വരെ. ഗ്രൂപ്പ് 13, ഗ്രൂപ്പ് 14, ഗ്രൂപ്പ് 15, ഗ്രൂപ്പ് 16, ഗ്രൂപ്പ് 17, ഗ്രൂപ്പ് 18. 6 ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ +1 പി ബ്ലോക്ക് എലമെന്റ്സിൽ 2 ഗ്രൂപ്പുകൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഏതൊക്കെയായിരിക്കും എന്നറിയോ? അപ്പോൾ ഗ്രൂപ്പ് 13 ബോറോൺ ഫാമിലി, ഗ്രൂപ്പ് 14 കാർബൺ ഫാമിലി. ഈ 2 ഗ്രൂപ്പുകൾ മാത്രമേ +1 സിലബസിൽ നിങ്ങൾക്കുള്ളൂ. അപ്പൊ ബാക്കിയുള്ള 4 ഗ്രൂപ്പുകളില്ലേ, ഗ്രൂപ്പ് 15ഉം 16ഉം 17ഉം 18ഉം, അതെവിടെ പഠിക്കുമായിരിക്കും? +2 പഠിക്കും. ശരിയാ, +2ലാണ്. +2 അപ്പൊ ഏത് ചാപ്റ്റർ ഉണ്ട്? പി ബ്ലോക്ക് എലമെന്റ്സ്. അപ്പൊ +1 പി ബ്ലോക്ക് എലമെന്റ്സിൽ എന്തൊക്കെയുള്ള? ഗ്രൂപ്പ് 13ഉം ഗ്രൂപ്പ് 14ഉം മാത്രമേ ഉള്ളൂ. കാർബൺ ബോറോൺ ഫാമിലിയും കാർബൺ ഫാമിലിയും. ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. നെക്സ്റ്റ് ചാപ്റ്റർ 12ാമത്തെ ചാപ്റ്റർ. 12ാമത്തെ ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക് പ്രിൻസിപ്പിൾസ്. ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾ 10th-ലും 9th-ലും പഠിച്ചില്ലേ? അതിന്റെയൊക്കെ കുറെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ, പക്ഷെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും. ചാപ്റ്ററിന്റെ പേര് ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. 13ാമത്തെ ചാപ്റ്ററും ഓർഗാനിക് കെമിസ്ട്രി കണ്ടിന്യൂഷൻ ആണ്. ഹൈഡ്രോ കാർബൺസ് നല്ലപോലെ അറിയാം അല്ലെ? ആൽക്കീൻസ്, ആൽക്കൈൻ എന്ന് പറഞ്ഞ് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച് മാർക്ക് മേടിച്ച സിംഗിൾ ബോണ്ടഡ് ആൽക്കെയിൻസ്, ഡബിൾ ബോണ്ടഡ് ആൽക്കീൻസ്, ട്രിപ്പിൾ ബോണ്ടഡ് ആൽക്കൈൻസ്. ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനം ഉള്ളവരാണ് എല്ലാവരും. ഹൈഡ്രോ കാർബൺ എന്ന പേരിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ആരൊക്കെ ഉണ്ടാവും? ഹൈഡ്രോ കാർബൺ, ഹൈഡ്രജനും കാർബണും അടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഓർഗാനിക് സംയുക്തങ്ങൾ, അവരെ കുറിച്ച് മാത്രം പഠിക്കുന്ന ഒരു വലിയ ചാപ്റ്ററാണ് ഹൈഡ്രോ കാർബൺസ്. എത്ര ചാപ്റ്ററായി? 13 ചാപ്റ്റർ ആയില്ലേ? 14ാമത്തെ അവസാനത്തെ ചാപ്റ്ററാണ് എൻവയോൺമെന്റൽ കെമിസ്ട്രി. പൊല്യൂഷൻ കേട്ടുണ്ടോ? പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ,
കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമൊന്നുമില്ല. ആ പറഞ്ഞ പൊല്യൂഷന് കാരണക്കാരാവുന്ന കെമിക്കൽ കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്, അതെങ്ങനെ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു, അതിനെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു ജനറൽ ചാപ്റ്റർ ആണ് ആര്? പൊല്യൂഷൻസ്. പൊല്യൂഷൻ ചാപ്റ്ററിന്റെ പേര് പൊല്യൂഷൻ അല്ല, ചാപ്റ്ററിന്റെ പേര് എന്താണ്? എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്നാണ്, എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്നാണ്. പക്ഷെ അതിനകത്ത് പഠിക്കുന്നത് ഈ പറഞ്ഞ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ഇത്രയാണ് നമ്മുടെ +1 സിലബസ്. ചാപ്റ്റർ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പറഞ്ഞു. എത്ര ചാപ്റ്ററുള്ള? 14 ചാപ്റ്റേഴ്സ്. ആ 14 ചാപ്റ്ററിലും എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. വേറെ ഒന്നുമില്ല, വേറെ ഒന്നും പേടിക്കേണ്ട. നമ്മൾ ഓരോ ചാപ്റ്ററും എടുത്തു വെച്ച് പല ക്ലാസ്സുകളായിട്ട് ഡീറ്റെയിൽഡ് വർക്കൗട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സുകളിലേക്ക് ചെല്ലാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എൻ്റെ പേര് ഞാനൊന്ന് നിങ്ങൾക്ക് ഫെമിലിയർ ആക്കാം. എൻ്റെ പേര് സച്ചിൻ എന്നാണ് കേട്ടോ. സച്ചിൻ ഇതുവരെ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. എൻ്റെ പേര് സച്ചിൻ എന്നാണ്. ഞാൻ നിങ്ങളുടെ ഒരു കെമിസ്ട്രി അധ്യാപകനാണ്. ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഇതാണ്. ബോർഡിലേക്ക് നോക്ക്, വായിക്കാൻ പറ്റുന്നുണ്ടോ? ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. എത്രാം ചാപ്റ്റർ എന്ന് ഞാൻ പറഞ്ഞു? ഓർമ്മയുണ്ടോന്ന് അറിയട്ടെ, ഒന്ന് ഓർത്ത് നോക്കി. ഞാൻ എത്രാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത് പരിചയപ്പെടുത്തിയിട്ടുള്ള കറക്റ്റാണ്. 3ാമത്തെ ചാപ്റ്റർ. 3ാം ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു, 1ാം ചാപ്റ്റർ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, 2ാം ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം, 3ാം ചാപ്റ്റർ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പൊ ഞാൻ എടുക്കാൻ പോകുന്നെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ചാപ്റ്റർ. നമ്മൾ ഇതിനെക്കുറിച്ച്, ഈ ചാപ്റ്ററിനെ കുറിച്ചായിരിക്കും ഇനിയുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പരസ്പരം സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, എന്നെക്കാളും കൂടുതൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടാവും അല്ലേ? കാരണം നിങ്ങൾക്ക് നല്ല ഫെമിലിയർ ആയതിന്റെ മേജോറിറ്റി കണ്ടന്റുകൾ. കാരണം പീരിയോഡിക് ടേബിൾ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിട്ട് കെമിസ്ട്രി പഠിക്കുമ്പോൾ കെമിസ്ട്രിയിൽ എല്ലാവർക്കും താല്പര്യം തോന്നുന്ന കുറെ മേഖല പീരിയോഡിക് ടേബിൾ. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ വിശ്വാസം. അങ്ങനെയാണ് മെജോറിറ്റിക്ക് ഇഷ്ടമായിരിക്കും പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പഠിക്കാൻ അല്ലേ? അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് അതേ പീരിയോഡിക് ടേബിളിലേക്കുള്ള കാര്യങ്ങളാണ്. ചാപ്റ്ററിന്റെ പേര് കണ്ടോ? 2 ഭാഗങ്ങളുണ്ട് അല്ലെ? ഒന്ന് വായിച്ചേ. ഫസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന വാക്കിന്റെ അർത്ഥം? എലമെന്റുകളുടെ വർഗീകരണം, മൂലകങ്ങളുടെ ക്ലാസിഫിക്കേഷൻ, മൂലകങ്ങളുടെ വർഗീകരണം, മൂലകങ്ങളെ തരം തിരിച്ചു പഠിക്കൽ. 2ാമത്തെ വാക്ക് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. അവർക്കുള്ള ചില പ്രത്യേക പ്രോപ്പർട്ടീസ്, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചില പ്രോപ്പർട്ടീസ്, അതാണ് പീരിയോഡിക് പ്രോപ്പർട്ടീസ്. അപ്പോൾ 2 ഭാഗങ്ങളുണ്ട് ചാപ്റ്ററിൽ. 1ാമത്തെ ഭാഗം ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, എലമെന്റുകളുടെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ 1ാമത്തെ ഭാഗത്തിൽ പഠിക്കുന്നത്. ഈ ചാപ്റ്ററിന്റെ കാര്യം പറഞ്ഞു. ചാപ്റ്ററിൽ 2 പാർട്ടുണ്ട്, പാർട്ട് 1, പാർട്ട് 2. അതിൽ പാർട്ട് 1 പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന ഏരിയയും 2ാമത്തെ ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് വരും. ഇറ്റ് ഈസ് ദി ഡിഫറെന്റ് പീരിയോഡിക് നേച്ചേഴ്സ്, ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ്. ഓക്കെ, നമ്മൾ ഏത് കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകും? ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന മേഖലയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, തുടങ്ങി വെച്ചാലോ നമുക്കിന്ന്. എന്തായാലും നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ തുടങ്ങി വെക്കാം അല്ലെ? ചാപ്റ്ററിന്റെ പേര് നിങ്ങൾക്ക് ഇപ്പൊ നല്ലപോലെ അറിയാം. 1ാമത്തെ ഭാഗം ചോദിച്ചാലും നല്ലപോലെ അറിയാം. എന്റെ ചോദ്യം നിങ്ങളോടാണ്, എന്തുകൊണ്ട് എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുന്നു? ഓരോ എലമെന്റും എടുത്ത് വെച്ച് പഠിക്കാൻ പറ്റാതെ എന്തിനാ എലമെന്റുകളെ തരം തിരിച്ച് പഠിക്കുന്നത്? ഗ്രൂപ്പുകളാക്കി പഠിക്കുന്നതിന് വേണ്ടി എലമെന്റുകളെ ഗ്രൂപ്പ് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയാണ്. ഒരുമിച്ച് ചേർത്ത് ഇങ്ങനെ ഇത്രയും എലമെന്റുകൾ ഒരു ഗ്രൂപ്പ്, ഇത്ര എലമെന്റുകൾ ഒരു ഗ്രൂപ്പ്, എങ്ങനെ ഗ്രൂപ്പ് ആക്കി പഠിക്കേണ്ട, ക്ലാസിഫൈ ചെയ്ത് പഠിക്കേണ്ട, വർഗീകരിച്ച് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് മറുപടി പറയും? തീർച്ചയായും, ഒബ്വിയസ്ലി തീർച്ചയായും ഉണ്ടല്ലേ. എന്താ കാര്യം? നമ്മുടെ പ്രകൃതിയിൽ ഏകദേശം ഇപ്പൊ കണ്ടെത്തിയതനുസരിച്ച് 118ഓളം എലമെന്റ് ഉണ്ട്. ഇനിയും കണ്ടെത്താനിരിക്കുന്നുണ്ടാവും പ്രകൃതിയിലെ. അറിയാലോ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും കാര്യങ്ങൾ ഉള്ള ഒരു കാര്യമാണല്ലേ നമ്മുടെ ചുറ്റുമുള്ള നേച്ചർ. അതിൽ നമ്മുടെ സയന്റിസ്റ്റുകളും എല്ലാവരും കൂടി ചേർന്ന് എത്ര എലമെന്റുകൾ കണ്ടെത്തി? 118 എലമെന്റുകൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് 118ാമത്തെ എലമെന്റ് ആണ് ഇപ്പോൾ നമുക്ക് കയ്യിലുള്ള. ഓർഗാനിസം എന്ന് പറഞ്ഞ എലമെന്റ് കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്കൊക്കെ വാർത്ത ഉണ്ടായിരുന്നു. ഓർഗാനിസം അത് പോട്ടെ, വിട്ടേക്കും. 118 എലമെന്റ് ഉണ്ട്. ഈ 118 എലമെന്റുകളെയും ഒരേപോലെ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. 1ാമത്തെ എലമെന്റ്, 2ാമത്തെ എലമെന്റ്, 78ാമത്തെ എലമെന്റ്, 79ാമത്തെ എലമെന്റ്, 111ാമത്തെ എലമെന്റ്, അങ്ങനെ ഓരോന്നിന്റെ പ്രോപ്പർട്ടി നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഭയങ്കര ബുദ്ധിമുട്ടാണ്, പറ്റും. പക്ഷെ അത് ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്, ഒരു ഹാർഡ് ടാസ്ക്കാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അങ്ങനെ പഠിക്കാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി അവരെന്ത് ചെയ്തു? ഒരേ പ്രോപ്പർട്ടിയുള്ള ഒരു കൂട്ടം എലമെന്റുകളെ കണ്ടെത്താൻ ശ്രമിച്ചു. ഈ പറഞ്ഞൊരു 10 എലമെന്റ്, ആ 10 എലമെന്റ് ഒരുപോലെയാണ്. അപ്പൊ നമുക്ക് പഠിക്കാൻ എളുപ്പമല്ലേ? ആ 10 എലമെന്റിന്റെ പ്രോപ്പർട്ടി സെയിം ആണെങ്കിൽ
ആ 10 എലമെന്റ് 10ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ആ 10 എലമെന്റുകൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രോപ്പർട്ടി പഠിച്ചാൽ പോരെ? ഞാൻ പറയുന്ന കൺവേ ആവുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ നിങ്ങളോട് എന്തായിരുന്നു? എന്തുകൊണ്ടാണ് എലമെന്റൽ ക്ലാസിഫിക്കേഷൻ വരുന്നത്? എന്തുകൊണ്ടാണ് എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്? അപ്പൊ നിങ്ങളുടെ ഉത്തരം ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാ? ഓരോ എലമെന്റുകളെ കുറിച്ചും ഈ ഡീറ്റെയിൽ ഇട്ട് പഠിക്കാൻ പറ്റുമോ നമുക്ക്? ഭയങ്കര പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞു, പക്ഷെ ഡിഫിക്കൽട്ട് ആണ്. അങ്ങനെ ആ ഡിഫിക്കൽട്ട് ടാസ്കിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? എലമെന്റുകളെ പലതരത്തില് വർഗീകരിച്ചു, പലതരത്തിൽ ക്ലാസിഫൈ ചെയ്ത് അവരുടെ പ്രോപ്പർട്ടി പഠിക്കാൻ ശ്രമിച്ചു. അതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. അതിലൂടെയാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ രൂപപ്പെട്ടത്. ഓക്കെ, ഇതിലൂടെയാണ് ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന ആ ഒരു സിസ്റ്റത്തിലൂടെയാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ രൂപപ്പെട്ടത്. അങ്ങനെ മോഡേൺ പീരിയോഡിക് ടേബിളിലേക്ക് ആദ്യമേ ആ മോഡേൺ പീരിയോഡിക് ടേബിൾ ഡെവലപ്പ് ചെയ്തു വന്നു? ഇല്ല. അതിനു മുമ്പ് കുറെ ഡിഫറെന്റ് സയന്റിസ്റ്റുകൾ വന്ന് പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് അവസാനം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മോഡലിലേക്ക് നമ്മൾ എത്തി, അല്ലെ? മോഡേൺ പീരിയോഡിക് ടേബിളിലേക്ക് എത്തി. പക്ഷെ അതിനു മുമ്പും കുറെ ക്ലാസിഫിക്കേഷൻ ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിലെ ഈ പോർഷനിൽ, ഏത് പോർഷനിൽ? ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന ഭാഗത്തില് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആരെക്കുറിച്ചാണ്? പലതരം ക്ലാസിഫിക്കേഷനെ കുറിച്ച്. ഞാൻ ആദ്യം പേരുകൾ നിൽക്കുന്നു മനസ്സിലാക്കുക. നമ്പർ 1, മോഡേൺ പീരിയോഡിക് ടേബിൾ എഴുതും ആദ്യം? ഇല്ല. മോഡേൺ ടേബിൾ ഏറ്റവും ലാസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒന്ന് ബ്രാഞ്ചാണ്. അതിനൊക്കെ മുമ്പ് ഒരുപാട് ക്ലാസിഫിക്കേഷൻ വന്നില്ലേ? നമ്പർ 1 ഒന്ന് വായിക്കണേ നിങ്ങൾ. ഒന്നാമത്തെ ആളിന്റെ പേര്, ഒന്നാമത്തെ ക്ലാസിഫിക്കേഷന്റെ പേര് പ്രോട്ട്സ് ഹൈപ്പോത്തസിസ്. ഒരു സയന്റിസ്റ്റ് ആണ് പ്രോട്ടിന്റെ ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് സങ്കല്പം, ഗസിംഗ് ആണ്. അതൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ പഠിക്കാനുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾ ആദ്യം ആ പേരുകളൊന്ന് പരിചയപ്പെടുത്താണ്. ക്ലാസിഫിക്കേഷന്റെ ആ ഒരു ഹിസ്റ്ററി പഠിക്കണം, ചരിത്രം പഠിക്കണം. എന്തൊരു ഹിസ്റ്ററി? ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, എലമെന്റൽ ക്ലാസിഫിക്കേഷന്റെ ഹിസ്റ്ററി, ദ ഹിസ്റ്ററി ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. വാട്ട് വാസ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ? പ്രോട്ട്സ് ഹൈപ്പോത്തസിസ്. അപ്പൊ ആദ്യമായിട്ട് എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്ത് പ്രോപ്പർ ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് ആദ്യം ലാവോസിയറൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അത് പോട്ടെ, നമുക്ക് അതിലേക്ക് പോകണ്ട. നമുക്ക് ആവശ്യം ഒരു പെർഫെക്റ്റ് ക്ലാസിഫിക്കേഷന്റെ ഒരു സിസ്റ്റം രൂപപ്പെട്ടത്. ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഒരു സ്റ്റാൻഡേർഡ് ആക്കി മാറ്റിയത് പ്രോട്ട് ഹൈപ്പോത്തസിസ് ആണ്. പ്രോട്ട്സ് ഹൈപ്പോത്തസിസ് ആണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, പ്രോട്ട്സ് ഹൈപ്പോത്തസിസ്. നമ്പർ 2, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നമുക്കറിയാവുന്നതാണ്. കേട്ടോ? സയന്റിസ്റ്റിന്റെ പേരൊന്ന് വായിച്ച് സ്പെല്ലിംഗ് ഞാൻ വായിക്കാം, നിങ്ങൾ പേര് പറയാം. DOBEREINER, ഡൊബറൈനേഴ്സ്. കറക്റ്റാ, ഡൊബറൈനേഴ്സ് ട്രയാഡ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ട്രയാഡ് എന്ന് നിങ്ങൾ മലയാളം മീൻകാര് ത്രികങ്ങൾ എന്ന് പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. ത്രികം, ഡൊബറൈനേഴ്സ് ട്രയാഡ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഡൊബറൈനയുടെ ത്രികങ്ങൾ എന്ന് പറഞ്ഞ് മലയാളം മീഡിയത്തിലും ഡൊബറൈനേഴ്സ് ട്രയാഡ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞ് ഇതും പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. അപ്പൊ എത്ര ക്ലാസിഫിക്കേഷനായി? ഒന്നാമത് വന്നത് പ്രോട്ട്സ് ഹൈപ്പോത്തസിസ്. അതിനുശേഷം അതിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തു വന്നപ്പോ ഡൊബറൈനേഴ്സ് ട്രയാഡ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. മൂന്നാമത്തത് നിങ്ങൾക്ക് നല്ലപോലെ അറിയാവുന്നതാണ്, ഞാൻ എഴുതാം. വായിക്കോ? ന്യൂലാൻഡ്, ജോൺ ന്യൂലാൻഡ്. സയന്റിസ്റ്റുകളെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണ് ജോൺ ന്യൂലാൻഡ്. ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്, ന്യൂലാൻഡിന്റെ അഷ്ടക നിയമം. ജോൺ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്, ന്യൂലാൻഡിന്റെ അഷ്ടക നിയമം എന്ന് പറഞ്ഞൊരു കാര്യം, അതും പഠിച്ചതാണ് അല്ലെ നിങ്ങൾ? അതാ ഞാൻ പറഞ്ഞേ, ഇതിൽ മെച്ചൂരിറ്റി കണ്ടന്റ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. എളുപ്പമാണ് പഠിച്ചെടുക്കാൻ, എല്ലാ എളുപ്പത്തിൽ നിങ്ങൾ പഠിക്കും. ഫസ്റ്റ് പ്രോട്ട്സ് ഹൈപ്പോത്തസിസ്, സെക്കൻഡ് ഡൊബറൈനേഴ്സ് ട്രയാഡ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, തേർഡ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്. നാലാമത്തത് ഒരു പുതിയതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ കേൾക്കാൻ വഴിയില്ല, ഒരു പുതിയ ടോപ്പിക്കാണ്. നാലാമത് വരുന്ന സയന്റിസ്റ്റ് ലോത്തർ മേയർ എന്നൊരു സയന്റിസ്റ്റാണ്. പേര് വായിച്ചേ, ലോത്തർ മേയർ. ലോത്തർ മേയേഴ്സ് അറ്റോമിക് വോളിയം കർവ്. ലോത്തർ മേയേഴ്സ് അറ്റോമിക് വോളിയം കർവ് എന്ന നാലാമത്തെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ എലമെന്റുകളുടെ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ ഹിസ്റ്ററി ഇങ്ങനെ വരികയാണല്ലേ. ചരിത്രം നമ്മൾ പഠിക്കുക. ചരിത്രത്തില് ആദ്യം, ഹിസ്റ്ററിയിൽ ആദ്യം പ്രോട്ട്സ് ഹൈപ്പോത്തസിസ് വരുന്നു. അത് കഴിഞ്ഞ് അതിനെ ഓവർകം ചെയ്തുകൊണ്ട് പുതിയൊരു ക്ലാസിഫിക്കേഷൻ വരികയാണ്, ഡൊബറൈനേഴ്സ് ട്രയാഡ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. തേർഡ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. നാലാമത്തത് ലോത്തർ മേയേഴ്സ് അറ്റോമിക് വോളിയം കർവ് എന്ന നാലാമത്തെ ക്ലാസിഫിക്കേഷൻ. അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ പക്ഷെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, മെൻഡലീവ്. കണ്ടു, മെൻഡലീവ് എന്നൊരു സയന്റിസ്റ്റിനെ കുറിച്ച് ഫെമിലിയർ ആണല്ലേ, കേട്ടിട്ടുണ്ടല്ലോ. മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. മെൻഡലീവിന്റെ സ്പെല്ലിംഗ് ഉണ്ടോ? MENDELEEV'. ചില ടെക്സ്റ്റ് ബുക്കുകളിലും ചില ഗൈഡുകളിലൊക്കെ ഈ വിക്ക് പകരം എഫ് കൊടുക്കാറുണ്ട്, മെൻഡലീവ്സ് എന്ന് കൊടുക്കാറുണ്ട്.
ഓക്കെ, രണ്ട് തരത്തിലും സ്പെല്ലിംഗ് എഴുതാറുണ്ട്. പക്ഷെ മെജോറിറ്റി ടെക്സ്റ്റ് ബുക്കുകളും ഗൂഗിളൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും, വിക്കിപീഡിയ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതിലൊക്കെ സ്പെല്ലിംഗ് വി ആണ്. മെന്റൽ ലീവ് എന്നാ പറയാം, മെന്റൽ ലീവ്. പക്ഷെ മെന്റൽ ലീഫ് എന്നും എഴുതാറുണ്ട്. അത് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിക്കുക. ടെക്സ്റ്റ് ബുക്കില് വി ആണ് കേട്ടോ, അപ്പൊ അങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ മെന്റൽ ലീവ് എന്ന് പഠിക്കാൻ ശ്രമിക്കുക. മെന്റൽ ലീവ് സ്പെല്ലിംഗ് ഉണ്ടോ? MENDELEEVE'. മെന്റൽ ലീവ്സ് പീരിയോഡിക് ടേബിൾ. മെന്റൽ ലീവ്സ് പീരിയോഡിക് ടേബിൾ. മെന്റൽ ലീവിന്റെ പീരിയോഡിക് ടേബിൾ. അതാണ് അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ. തീർന്നോ? ഇല്ല, നമ്മുടെ പീരിയോഡ് ടേബിളിലേക്ക് വരണ്ടേ? നമ്മൾ പഠിച്ച പീരിയോഡ് ടേബിൾ വരണ്ടേ? അതായത് ലാസ്റ്റ് നമ്പർ 6, മോഡേൺ പീരിയോഡിക് ടേബിൾ. മോഡേൺ പീരിയോഡിക് ടേബിൾ ആരാ പ്രപ്പോസ് ചെയ്തേ? ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും. പറഞ്ഞേ. അതെ, കറക്റ്റ് ആണ്, മോസ്ലി. MOSLEY, മോസ്ലി. ഹെൻറി മോസ്ലി എന്ന ഫുൾ പേര് അല്ലേ? മോസ്ലീസ് മോഡേൺ പീരിയോഡിക് ടേബിൾ. ഇത്രയാണ് നമുക്ക് ഒന്നാമത്തെ ഭാഗത്തിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഒന്നാമത്തെ ഭാഗത്തിൽ എന്തൊക്കെയുള്ളത്? 6 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ഭാഗത്തിന്റെ പേര് പറഞ്ഞേ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. ക്ലിയർ അല്ലേ? ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ചാപ്റ്ററിന്റെ പേരിൽ ഒരു ഭാഗം കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ ഭാഗത്തില് എലമെന്റൽ ക്ലാസിഫിക്കേഷൻ, മൂലകങ്ങളുടെ വർഗീകരണമാണ്. There are 6 different classifications. They are number 1, Proud's hypothesis. പേര് പഠിക്കണേ, ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. Proud's hypothesis ഓർഡറിലും പറഞ്ഞു വരണം, കാരണം നമ്മൾ ചരിത്രം പഠിക്കുക. ആദ്യം മുതൽ അവസാനം വരെ എന്ന ഒരു പ്രത്യേക പാറ്റേൺ ഫോളോ ചെയ്യാം നമ്മൾ. ഫസ്റ്റ് Proud's hypothesis. സെക്കൻഡ് Dobereiner triad system of classification. നോട്ട് എഴുതിക്കോണം, കീ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. Dobereiner triad system of classification. ഡോബറൈനറുടെ ത്രികങ്ങൾ. തേർഡ് Newland's law of octaves. Newland's law of octaves. ന്യൂലാൻഡിന്റെ അഷ്ടക നിയമം. Newland's law of octaves. നമ്പർ 4 Lothar-Meyer's atomic volume curve. ലോതർമേയറിന്റെ അറ്റോമിക് വോളിയം കർവ് എന്ന് കണ്ടുപിടുത്തം. നമുക്ക് പിന്നീട് എക്സ്പ്രസ് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്പർ 5 Mendeleev's periodic table. Mendeleev's periodic table. ലാസ്റ്റ് മോഡേൺ പീരിയോഡിക് ടേബിൾ. ആരാ പ്രപ്പോസ് ചെയ്ത? മോഡേൺ പീരിയോഡിക് ടേബിൾ, ആധുനിക പീരിയോഡിക് ടേബിൾ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെയാ പറഞ്ഞത്? നമ്മുടെ +1 സിലബസ് എന്താണെന്നൊന്ന് ഓവർവ്യൂ ചെയ്തു അല്ലെ? മനസ്സിലാക്കി എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ്. എന്നിട്ട് ഞാൻ ഒരു ചാപ്റ്റർ തുടങ്ങി വെച്ചിട്ടുണ്ട്. തുടങ്ങി വെച്ചു മീൻസ് ഫസ്റ്റ് എന്തൊക്കെ പഠിക്കണം എന്ന് മാത്രം പറഞ്ഞു ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടിൽ. അതൊക്കെ നമുക്ക് ഫെമിലിയർ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിലെ കുറെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് അല്ലെ? അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഇവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം. ഓരോരുത്തരെയും എടുത്തു വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം, നമുക്ക് മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഇന്നത്തെ ക്ലാസ് ഇഫക്റ്റീവ് ആയിട്ട് തോന്നിയോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയ കണ്ടന്റ് ഒന്നും പഠിച്ചില്ല അല്ലേ? അടുത്ത ക്ലാസ് മുതൽ കണ്ടന്റുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓരോന്ന് പ്രോഡ്സ് ഹൈപ്പോത്തസിസ് എന്താണ്, അങ്ങനെ പഠിച്ചു പോകും കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം, തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വരാം. ഇതൊക്കെ നോക്കിയിട്ട് പീരിയോഡിക് ടേബിളൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ, പഴയ 10th ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് നോക്കി എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വരിക. അപ്പൊ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിന്റെ മെയിൻ കോർ കണ്ടന്റുകളിലേക്ക് എൻ്റർ ചെയ്യും. സോ